ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഒരു സൈറ്റിൽ ഒരു കിർലോസ്കർ 5 HP ഡീസൽ എൻജിൻ അത് റിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഒരു പുഴയുടെ തീരത്താണ്, മനോഹരമായ ഈ പുഴയുടെ തീരത്താണ് ആ പമ്പ് സെറ്റ് ഇരിക്കുന്നത്. ഇതാണ് ആ പമ്പ് സെറ്റ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പുഴയിൽ വെള്ളം വന്നപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയ മോട്ടറാണ്. ഇവിടെ സൈഡ് വിൻഡോ സ്ക്രൂ ലൂസ് ചെയ്തപ്പോൾ അകത്ത് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ ക്രാങ്ക് കേസിനകത്ത് മുഴുവൻ വെള്ളമാണ്. ക്രാങ്ക് കേസിൻ്റെ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അടിയിൽ വെള്ളവും മുകളിൽ ഓയിലുമായിട്ടാണ് നിൽക്കുന്നത്. അതായത് അടിഭാഗത്ത് മുഴുവൻ വെള്ളമാണ്. ഇത് ഡ്രെയിൻ സ്ക്രൂ അഴിച്ചപ്പോൾ ഇങ്ങനെയാണ്, വെള്ളം പുറത്ത് ചാടുകയാണ്. മുഴുവൻ വെള്ളമാണ്. ഈ വെള്ളം മുഴുവൻ എടുത്ത് കളഞ്ഞ് ഇതിൻ്റെ ക്രാങ്ക് കേസ് വൃത്തിയാക്കിയിട്ട് വേണം പുതിയ ഓയിൽ അഴിക്കാൻ. ഈ സമയത്ത് ഫ്ലൈ വീൽ കറക്കുന്നത് നല്ലതല്ല. കാരണം ഓയിൽ ചെല്ലേണ്ട ഭാഗങ്ങളിൽ മുഴുവൻ വെള്ളമായിരിക്കും. അപ്പോൾ CR ബെയറിങ്ങിന്, ക്രാങ്ക് കണക്റ്റിംഗ് റോഡ് ബെയറിങ്ങിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനങ്ങളും. വെള്ളത്തിൽ ഫ്ലഡിൽ മുങ്ങിപ്പോയ വാഹനങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാനോ ഗിയറിലിട്ട് ഇറക്കിയാനോ മറ്റോ ശ്രമിക്കരുത്. എൻജിൻ കറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. എൻജിനകത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ എൻജിൻ കറങ്ങാൻ അനുവദിക്കാവൂ. ഇത് ഏകദേശം 60 വർഷത്തോളം പഴക്കമുള്ള ഒരു മോട്ടറാണ്. ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ളതാണിത്. ഇത് ഹെഡ് കവറിൻ്റെ നെറ്റ് ഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് വാൾവുകളാണ് കാണാൻ പറ്റുന്നത്. ഇത് സൈലൻസറാണ്. ഇത് എയർ ഫിൽറ്ററാണ്. പിന്നെ ഡീസൽ ടാങ്ക്, ഈ ഭാഗം ഡീസൽ ടാങ്കാണ്. ഇതിൻ്റെ ഡീസൽ ടാങ്കിന് ഫ്യൂൽ ലൈനാണ് കാണുന്നത്. ഡീസൽ പൈപ്പാണ്. ഇത് ഫിൽറ്ററിനകത്ത് കടന്ന് ഫിൽറ്റർ ചെയ്ത് ഉള്ള ഡീസൽ ഈ ഫ്യൂൽ പമ്പിലെത്തുകയാണ്. ഈ ഫ്യൂൽ പമ്പ് ഒരു ക്യാം ഷാഫ്റ്റിന് മുകളിൽ എൻജിൻ തിരിയുമ്പോൾ ഷാഫ്റ്റ് പൊങ്ങി ഇന്ധനം സ്പ്രേ ചെയ്യുന്ന രീതിയിലാണ്. ഇതാണ് ഫ്യൂൽ പ്രഷർ പൈപ്പ്. ഇതിലൂടെ നോസിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെയാണ് പിസ്റ്റണിന് മുകളിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇത് സ്റ്റോപ്പ് ലിവറാണ്. ഇത് ഉപയോഗിച്ചാണ് എൻജിൻ നിർത്തുന്നത്. ഇനി ഇത് ഫ്ലൈ വീല്. പുറകിലത്തെ ഭാഗം പമ്പിൻ്റെ ഭാഗങ്ങളാണ്. പകുതി ഭാഗം വരെ എൻജിനും പകുതി ഭാഗം പമ്പുമാണ്. ഹെഡ് കവറിൻ്റെ ഇത് വാൾവാണ് ഇതിനകത്ത് കാണുന്നത്. ഇവിടെ ഒരു ചോക്ക് ലിവർ കാണാം. കംപ്രഷൻ കുറച്ച് ലീക്ക് ചെയ്ത് സ്റ്റാർട്ടിങ് എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് എക്സോസ്റ്റ് വാൾവിനെ ഒരൽപ്പം പ്രസ് ചെയ്ത് വെച്ച് കംപ്രഷൻ ലീക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള സജ്ജീകരണമാണിത്. ചോക്ക് ലിവർ എന്നാണ് അറിയുന്നത്. ഇതിവിടെ ഫ്രണ്ടിൽ കാണുന്ന ലിവർ ഹാൻഡിൽ കണക്ട് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹാൻഡ് സ്ക്രൂ നട്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസ്. ഇതിലൊരു 3 ലിറ്റർ ഓയിൽ ഇരിക്കേണ്ടി വരും. ഇതാണ് ഹാൻഡിൽ. ഈ ഹാൻഡിൽ തിരിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഴയ കാലത്ത്, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ബസ് വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്ര ഹാൻഡിൽ ഉപയോഗിച്ചായിരുന്നു. ഇനി ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്രാങ്ക് കേസൊക്കെ തുറച്ച് വൃത്തിയാക്കി സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. ഓയിൽ ഒഴിച്ച് എത്രത്തോളം എത്തിയെന്ന് ഡിപ്സ്റ്റിക്ക് വെച്ച് പരിശോധിക്കാം. ഡിപ്സ്റ്റിക്ക് ഏകദേശം മിഡിൽ ലെവൽ 2 വരെയുടെ മിഡിൽ ലെവൽ വരെ ഓയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓയിൽ പമ്പിനകത്ത് മിക്കവാറും വെള്ളം കയറിയിരിക്കും. ആ ഓയിൽ പമ്പിനകത്തുള്ള വെള്ളം ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്ത് അത് കളയാൻ പറ്റും. ഇപ്പോൾ പമ്പ് ചെയ്യുമ്പോഴതിനകത്തുള്ള വെള്ളമാണ്, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്ങിനകത്തേക്കുള്ള ഓയിൽ പമ്പാണിത്. ക്രാങ്ക് ഷാഫ്റ്റ് ബോർഡിനകത്തെ ഹൗസിങ്ങിനകത്തുള്ള വെള്ളം കയറിയിരിക്കുകയാണ്. അതിനകത്തുള്ള വെള്ളം പുറത്ത് കടന്ന് ഓയിൽ വരുന്ന വഴി ഇങ്ങനെ തിരിക്കുക. നല്ല ഓയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം പുറത്ത് പോയി എന്ന് മനസ്സിലാക്കാം.
ഇനി നമുക്ക് നല്ല ഓയിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഈ സ്ക്രൂ ഓയിൽ ഔട്ടർ പൈപ്പിൻ്റെ സ്ക്രൂ ക്രാങ്കേസ് ഡോറിലേക്ക് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് കംപ്രഷൻ കുറവായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ മോട്ടർ ഓക്കെയാണ്, നല്ല കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.